അപ്പോൾ മൈക്രോ സിസ്റ്റം ഫാബ്രിക്കേഷൻ പ്രോസസ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് അടുത്ത ഭാഗമാണ്, നെക്സ്റ്റ് പാർട്ടാണ്. പറഞ്ഞ പോലെ ഒരു പാർട്ട് 3യിലാണ് വരിക. അപ്പോൾ MEMS മൈക്രോ സിസ്റ്റം ഡിസൈൻ മാനുഫാക്ചർ ഒക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞ പോലെ ഒരു സോളിഡ് പോലൊരു സംഭവം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം മെറ്റീരിയൽ സെലക്ട് ചെയ്തിട്ട് ഏത് ഫാബ്രിക്കേഷൻ മെത്തഡാണോ സ്യൂട്ടബിൾ ആവണം അതിനനുസരിച്ചുള്ള സാധനമാണ് ചെയ്യേണ്ടത്. അപ്പോൾ MEMS മൈക്രോ സിസ്റ്റം കമ്പോണൻസ് അതിൻ്റെ സൈസൊക്കെ വളരെ സ്മോൾ ആയിരിക്കും. അതുകൊണ്ട് മെഷീൻ ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലൈത്ത്, മില്ലിയൻ, ഡ്രില്ലിങ് അങ്ങനെ സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം പിടിക്കാനുള്ള അത്ര സ്പേസ് ഇല്ല. അപ്പോൾ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന നോൺ മെഷീൻ ടൂൾ ടെക്നിക്സ് ആണ് ഇപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ. ഇതിൽ മിക്ക ഫിസിക്കൽ കെമിക്കൽ പ്രോസസ്സും നമ്മൾ ഷേപ്പിംഗ് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഇതിന്റെ പ്രിൻസിപ്പൽ റീസൺ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ കോമ്പൗണ്ട്സ് ആണ് എല്ലാ MEMS ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കാൻ. ബിക്കോസ് ദീസ് ആർ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസ് ICS. ഇതൊക്കെ മൈക്രോ ഫാബ്രിക്കേഷൻ ഫിസിക്കൽ കെമിക്കൽ പ്രോസസ് ചെയ്യുന്നതും മറ്റേ നമ്മുടെ സാധാരണ മെഷീൻ വെച്ച് ചെയ്യുന്നതും നമുക്ക് കണ്ടതിനറിയാം ബൾക്കിയാണ്, സ്പേസ് കുറെടുക്കും, അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഒന്നൊക്കെ തട്ടിവിടുക കിട്ടുകയാണെങ്കിൽ. മൈക്രോ ഫാബ്രിക്കേഷൻ പ്രോസസ്സിൽ പല ഫാബ്രിക്കേഷൻ പ്രോസസ്സാണ്. സ്പിഡോസ്പിഡി അങ്ങനെ ഒരു ജസ്റ്റ് ഓർത്ത് വെച്ചിട്ട് P for photolithography, I for ion implantation, D for diffusion, O for oxidation, C for chemical vapor deposition, P for physical vapor deposition, and D for വീണ്ടും deposition by epitaxy, E for etching. അപ്പോൾ ഫോട്ടോലിത്തോഗ്രഫി ചെയ്യണം. ഫോട്ടോലിത്തോഗ്രഫി ചെയ്ത് അയൺ ഇംപ്ലാന്റ് ചെയ്യണം. അയൺ ഇംപ്ലാന്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിഫ്യൂഷൻ ഉണ്ടാവും നമുക്ക് തോന്നുക, അങ്ങനെയൊക്കെ ചിന്തിക്കുക. എന്നിട്ട് അവിടെ ഒരു ഓക്സിഡേഷൻ ഉണ്ടാവും. ഓക്സിഡേഷൻ ഉണ്ടായി കെമിക്കലും ഫിസിക്കലായിട്ടുള്ള വേപ്പർ ഡിപ്പോസിഷൻ ചെയ്യേണ്ടി വരും. അതും കൂടെ നമ്മൾ എപ്പിറ്റാക്സി ഇട്ടിട്ട് പിന്നെ എച്ചിങ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഇതിൽ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഫോട്ടോലിത്തോഗ്രഫിയിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോട്ടോ സെൻസിറ്റീവ് ഫിലിം ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്തിന് നമുക്ക് ആവശ്യമുള്ള പാറ്റേൺ സബ്സ്ട്രേറ്റുമ്പോൾ ആവശ്യമുള്ള പാറ്റേൺ ആണ്. ഇതിപ്പോൾ ഫിഗർ എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ SI സബ്സ്ട്രേറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്. നമ്മൾ മുകളിൽ ഒരു മാസ്ക് വെച്ചിട്ട്, മാസ്ക് ഒരു ഫോട്ടോ റെസിസ്റ്റീവ് മെറ്റീരിയൽ ആണ്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ലൈറ്റ് അടിച്ചിട്ട് പിന്നെ പുറത്തേക്ക് വരുമ്പോൾ ആ ഭാഗത്തൊന്നും വരാതിരിക്കുക ഉണ്ടാവും. ലൈറ്റ് ഇങ്ങനെ വീണ്ടും അടിച്ച് ഫോട്ടോ റെസിസ്റ്റീവ് ആയിട്ടുള്ള കോട്ടിങ് നമ്മളാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ലൈറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത് മൈക്രോ സ്കെയിലാണ് ഉള്ള ഒപ്റ്റിക്കൽ ഇമേജ് ഇട്ടിട്ട് നമ്മൾ മൈക്രോ സ്കെയിലുള്ള സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസൈൻ പാറ്റേൺ പ്രിന്റ് ചെയ്തിട്ട് അതൊരു ലൈറ്റ് ട്രാൻസ്പെറൻറ്റ് മാസ്കിലേക്ക് മാറ്റും. അത് കോട്ട്സ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഈ മാസ്ക്. നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സിലിക്കൺ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് വിത്ത് തിൻ ഫിലിം ഓഫ് ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും. മാസ്ക് ഫോട്ടോ റെസിസ്റ്റ് മെറ്റീരിയൽ ആയിട്ട് കോൺടാക്റ്റിൽ ഉണ്ടാവും. അവിടെ വെച്ചിട്ടുള്ള നമുക്കറിയാം അവിടെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് സബ്സ്ട്രേറ്റ് പോലെ ഉണ്ടാവും. എന്നിട്ട് ഉണ്ടാവുന്ന സംഭവമാണ് ഇത്. ഫോട്ടോ സാധനം അടിക്കുമ്പോൾ ഡെവലപ്മെന്റ് ഉണ്ടാവും, എച്ചിങ് ഉണ്ടാവും, ഫോട്ടോ റെസിസ്റ്റ് റിമൂവൽ ഉണ്ടാവും. UV ലൈറ്റ് അല്ലെങ്കിൽ അതർ സോഴ്സസ് ആണ് വന്ന് വീഴുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തില്ലാത്ത ഭാഗത്തൊക്കെ പോസിറ്റീവ് റെസിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ വന്ന് തട്ടണ ഭാഗത്തേക്ക് അവിടെ അങ്ങനെ ഇത്തിരി റിമൂവ് ആയി പോകും. നെഗറ്റീവ് റെസിസ്റ്റ് എന്നാൽ തട്ടാത്ത ഭാഗത്ത് ഇങ്ങനെ ബാക്കിയുള്ള തട്ടാത്ത ഭാഗത്ത് ഇവിടെ നിന്ന് റിമൂവ് ആയി പോകും. ആ രണ്ടിൻ്റെ ഡിഫറൻസ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് കൈൻഡ് ഓഫ് ഇതുണ്ട്. പോസിറ്റീവ് റെസിസ്റ്റും പിന്നെ നെഗറ്റീവ് റെസിസ്റ്റ്. പോസിറ്റീവ് റെസിസ്റ്റിൽ നമ്മൾ PMMA പോളിയെത്തിലീൻ മെത്താസൈക്ലേറ്റ് ആ സാധനമാണ് ഉപയോഗിക്കുക. രണ്ട് കമ്പോണന്റ് DQ ഉണ്ട്. DQ എന്നൊക്കെ പറയുമ്പോൾ ഡയോസിക്വാൻ ഈസ്റ്റർ, ദുൽഖർ സൽമാൻ അങ്ങനെയൊക്കെ ആലോചിച്ച് ഇടുക അതൊക്കെ. അപ്പോൾ ഫോട്ടോലിത്തോഗ്രഫിയിൽ ദുൽഖർ സൽമാൻ ഉണ്ട്. അപ്പോൾ ദുൽഖർ സൽമാൻ ആലോചിച്ചാൽ ഡയോക്സിനൈൻ ഈസ്റ്റർ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് റെസിസ്റ്റ് ആണെന്ന് വിചാരിക്കുക. The first component take place 20-50% വെയിറ്റ് ഉണ്ടാവും ആദ്യം ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്. പിന്നെ പോസിറ്റീവ് റെസിസ്റ്റ് UV ലൈറ്റിന് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം അതിൻ്റെ മാക്സിമം സെൻസിറ്റിവിറ്റി 220 ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. അപ്പോൾ ഇതിന് PMA റെസിസ്റ്റ് ആർ ഓൾസോ യൂസ് ഇൻ ഫോട്ടോലിത്ത് ഇൻവോൾവ് ഇലക്ട്രോൺ ബീം ഉപയോഗിച്ചുകൊണ്ടും അയോൺ ബീം ഉപയോഗിച്ച് എക്സ്റേ ഉപയോഗിച്ച് ചെയ്യുന്നതിലും ഈ PMA റെസിസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മിക്ക PMA റെസിസ്റ്റ് നമ്മൾ ആൽക്കലൈൻ സോൾവെന്റ് ഉപയോഗിച്ചിട്ട് ചെയ്യണം. ആൽക്കലൈൻ സോൾവെന്റ് ഉപയോഗിക്കുമ്പോൾ ആലോചിക്കുക KOH പിന്നെ TMAH ആ സാധനം ആലോചിച്ച് ഇത്. നെഗറ്റീവ് റെസിസ്റ്റിൽ രണ്ട് കമ്പോണന്റ് ബേസസ് ആണുള്ളത്, എസൈഡും അസൈഡ്. റബ്ബർ റെസിസ്റ്റ് പിന്നെ കൊട്ടക് KTFR. എസൈഡ് സെൻസിറ്റൈസ്ഡ് പോളി ഐസോട്രോപ്പൈൻ റബ്ബർ. ഈ രണ്ട് സാധനങ്ങളുണ്ട് നെഗറ്റീവ് റെസിസ്റ്റിൽ. നെഗറ്റീവ് റെസിസ്റ്റ് ആർ ലെസ് സെൻസിറ്റീവ് ടു ഒപ്റ്റിക്കൽ എക്സ്റേ എക്സ്പോഷർ. സെൻസിറ്റിവിറ്റി മറ്റേതിനെ അപേക്ഷിച്ച് കുറവായിരിക്കും, പക്ഷെ കൂടുതൽ ഇലക്ട്രോൺ ബീമിനായിരിക്കും കൂടുതൽ സെൻസിറ്റീവ്. അപ്പോൾ സൈലീൻ എന്ന് പറയുന്നത് ഒരു കോമൺലി യൂസ് സോൾവെന്റ് ആണ്. എന്തിന്? സോൾവെന്റ് ഫോർ ഡെവലപ്പിംഗ് നെഗറ്റീവ് റെസിസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കോമൺലി യൂസ് സോൾവെന്റ് ആണ്. അപ്പോൾ ലൈൻ ഡെഫിനിഷൻ ഫോട്ടോ റെസിസ്റ്റ്. പോസിറ്റീവ് റെസിസ്റ്റ് ആണ് കൂടുതൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഡെഫിനേഷൻ, എഡ്ജ് ആയിട്ട് അങ്ങനെ എഡ്ജ് ക്ലിയർ ഡെഫിനേഷൻ ഈ ഫിഗറിൽ കാണിച്ച പോലെ. അപ്പോൾ കൂടുതൽ നമ്മൾ ഹൈ റെസൊല്യൂഷനിലുള്ള പാറ്റേൺസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? പോസിറ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റന്റ് ആണ് ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ അതിനുള്ള ലൈറ്റ് സോഴ്സ് ആണ്
മൈക്രോ ഫാബ്രിക്കേഷന് 300 to 500 ന്യൂട്ടൺ മീറ്റർ ആണ്. പിന്നെ മെർക്കുറി വേപ്പർ ലാമ്പ് ഉണ്ടെന്ന് ചോദിക്കാം. മെർക്കുറി വേപ്പർ ലാമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മറ്റേ പല്ലി ഡോക്ടറിൻ്റെ അവിടെ സ്ഥലത്ത് പോകുമ്പോൾ കാണുന്ന ഒരു സംഭവം, അങ്ങനെ ചിന്തിക്കുക. അത് ആ മുകളിൽ കാണുന്ന സംഭവമില്ല, അതാണ് മെർക്കുറി വേപ്പർ ലാമ്പ്. അപ്പോൾ അതിൻ്റെ സോഴ്സ് ഒരു 310 തൊട്ട് 440 വരെയാണ്. DP-UV ആണെങ്കിൽ 150 തൊട്ട് 300 ആണ്. UV ലൈറ്റ് സോഴ്സ് ഹാസ് വേവ് ലെങ്ത് ഓഫ് 350 to 500 ന്യൂട്ടൺ മീറ്റർ. സ്പെഷ്യൽ ആപ്ലിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള എക്സ്റേ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഫോട്ടോ റെസിസ്റ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? ഇപ്പോൾ ഫോട്ടോ റെസിസ്റ്റ് ഉണ്ടാക്കുന്നത് ഇവിടെ ഒരു സ്പിന്നർ ഉണ്ടാവും. ഇതൊരു സംഭവമാണ്. ഇതുമ്മ വേഫർ വെച്ചിട്ടുണ്ടാവും. ഈ സെയിം സ്പിന്നറിന് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സ്പോഷർ വിത്ത് ഡിസ്പെൻസിങ് ഡെവലപ്മെന്റ് സോൾവെന്റ് റൈസിംഗ് ഡിസ്റ്റിൽഡ് വാട്ടർ ഫോളോ ദ ഡെവലപ്മെന്റ്. ഡെവലപ്പർ ഏജന്റ് ഫോർ പോസിറ്റീവ് റെസിസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു KOH ഉം TMAH ആണ്. സൈലിൻ ഒരു നെഗറ്റീവ് റെസിസ്റ്റർ ആഫ്റ്റർ ഡെവലപ്മെന്റ് ഡിസൈഡ് പാറ്റേൺ ഇസ് ക്രിയേറ്റഡ് ഇൻ ദ സബ്സ്ട്രേറ്റ്. ആവശ്യമുള്ള പാറ്റേൺ നമ്മൾ സബ്സ്ട്രേറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇൻ ദ പ്രോസസ് യൂസിങ് ഡീകമ്മീഷനിങ് പ്രോസസ് ടേക്ക് പ്ലേസ്. Process uses oxygen plasma to remove the bulk of photoresist. Photoresist ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഓക്സിജൻ പ്ലാസ്മ ഉപയോഗിക്കും. പിന്നെ എച്ചിങ് വിൽ റിമൂവ് ഓൾ ദ റെസിഡ്യൂ ഫോട്ടോറെസിസ്റ്റ്. ബാക്കിയുള്ള ഫോട്ടോറെസിസ്റ്റിനെ എച്ചിങ് റിമൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മളിവിടെ റെസിസ്റ്റ് ബെഡിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ മുകളിൽ നിന്ന് ഡിസ്പെൻസറിൽ നിന്ന് റെസിസ്റ്റ് ഇങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ഇത് തിരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് വേക്കം മുകളിലേക്ക് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ സ്പിന്നർ റൊട്ടേറ്റ് ചെയ്ത് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സബ്സ്ട്രേറ്റ് ഇതുപോലെ ഫോട്ടോറെസിസ്റ്റ് മെറ്റീരിയൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഫോം ചെയ്യും. അതാണ് അവിടെ ഉണ്ടാവുന്നത്. പിന്നുള്ളത് അയൺ ഇംപ്ലാന്റേഷൻ. അയൺ ഇംപ്ലാന്റേഷൻ ഒരു ഫിസിക്കൽ പ്രോസസ്സാണ്. അത് സിലിക്കൺ സബ്സ്ട്രേറ്റിനെ ഡോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ പ്രോസസ്സാണ് അയൺ ഇംപ്ലാന്റേഷൻ. അതിൽ നമ്മൾ ഫോഴ്സ് ചെയ്യാണ് ചെയ്യണം. എന്ന് വെച്ചാൽ ചാർജർ ആയിട്ടുള്ള അയോൺസൈസ് ആയിട്ടുള്ള ഈ ഒരു ആറ്റംസ് നമ്മൾ സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് എന്ന് വെച്ചാൽ അങ്ങോട്ട് തള്ളി വിടുകയാണ്. അപ്പോൾ ഈ അയോൺസ് യൂസ്വലി ഇതിന് കൂടുതലും ഹൈ കൈനറ്റിക് എനർജി ആവശ്യം ഉണ്ടായിരിക്കും. ഈ സിലിക്കൺ സബ്സ്ട്രേറ്റിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്ത് കയറണമെങ്കിൽ നമുക്കറിയാം കൈനറ്റിക് എനർജി ഉണ്ടായാലും ഭയങ്കര കൂടുതൽ ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ കാണിക്കുന്ന ഫിസിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ നിന്ന് അയൺ സോഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് അയൺ സോഴ്സ് ഉണ്ടായിട്ട് അയൺ ബീമിൽ വെച്ച് കൺട്രോൾ ചെയ്യും. എന്നിട്ട് അതിനെ അതിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ ആക്സലറേറ്റ് ഉണ്ടാവും. അപ്പോൾ ആക്സലറേറ്റ് ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ സ്പീഡാവും. എന്നിട്ട് വീണ്ടും ഒന്ന് ചെറുതായി കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ അയൺ സോഴ്സ് എന്ത് സംഭവത്തിന്മേൽ നമുക്ക് ചെയ്യേണ്ട ആ സിലിക്കൺ സബ്സ്ട്രേറ്റിൽ നിന്നേക്ക് ഈ അയൺ ബീം അടിച്ചു വിടുന്നു. അപ്പോൾ വളരെ ഹൈ ആയിട്ടുള്ള അയൺ ബീം അടിച്ചു വിടുന്ന കാരണം ആ ഡോപ്പൻ്റ് അതിനനുസരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഒരു ഷീൽഡ് SiO2 ഓക്സൈഡാണ് മിക്കതും നമ്മൾ ഷീൽഡായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഷീൽഡായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പാറ്റേൺ നമ്മുടെ സംഭവം കിട്ടും. അടുത്താണ് ഡിഫ്യൂഷൻ. അതും ഡോപ്പിംഗ് സിലിക്കൺ സബ്സ്ട്രേറ്റ് പോലുള്ളൊരു കോമൺ ടെക്നിക്കാണ്. അയൺ ഇംപ്ലിമെന്റേഷൻ പോലെ ഇത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ നടക്കുക. മറ്റേത് ഹൈ ടെമ്പറേച്ചറിലല്ല നടക്കുക, ഇത് ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുക. ഇതൊരു കെമിക്കൽ പ്രോസസ്സാണ്. നേരത്തെ പറഞ്ഞത് ഫിസിക്കൽ പ്രോസസ്സാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഫൈൽ ഓഫ് ഡോക്യുമെന്റ് സിലിക്കൺ ഇസ് ഡിഫറെന്റ് ബൈ അയൺ ഇംപ്ലിമെന്റേഷൻ. അപ്പോൾ എന്ന് വെച്ചാൽ ഉണ്ടാവുന്ന സംഭവം ഇപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന സംഭവം ഉണ്ടല്ലോ, ആ സംഭവം കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ത് സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്ത് തരത്തിലുള്ള സിലിക്കൺ ആണ് അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആണ്, എങ്ങനെ നമുക്ക് വേണം, അതിനൊക്കെ അനുസരിച്ചാണ്. പിന്നെ ഡിസൈൻ അനാലിസിസ് ഡിഫ്യൂഷൻ ഫിക്സ് ലോ അനുസരിച്ചാണ് ഇതൊക്കെ വർക്ക് ചെയ്യണത്. അപ്പോൾ F is equal to minus d of n of x. ഡോപ്പൻ ഫ്ലക്സ് എന്ന് വെച്ചാൽ ഡി, അത് എത്ര ഡോപ്പൻ്റ് ആറ്റമാണ് ഒരു യൂണിറ്റ് ഏരിയ ഓഫ് സബ്സ്ട്രേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡി എന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ കോയിഫിഷ്യൻ ഡിഫ്യൂസിവിറ്റി ഓഫ് ദ സബ്സ്ട്രേറ്റ് വിത്ത് ദ ഡോപ്പൻ. എന്ന് വെച്ചാൽ ഡോപ്പൻ കോൺസെൻട്രേഷൻ ദ സബ്സ്ട്രേറ്റ് പെർ യൂണിറ്റ് വോളിയം. ഇത്ര വോളിയം ഇപ്പോൾ ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിഞ്ഞാൽ അത് എത്ര കൊണ്ട് ഡോപ്പൻ്റ് ആണ് ആ സബ്സ്ട്രേറ്റ് ഉള്ളിൽ ഉള്ളത്, അതാണ് n. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് ഡിഫ്യൂഷൻ ഇക്വേഷൻ അനുസരിച്ച്. പിന്നെ SiO2 ഞാൻ പറഞ്ഞ പോലെ SiO2 ഓക്സിഡേഷൻ, ഇനി അടുത്ത പ്രോസസ് ഓക്സിഡേഷൻ ആണ്. SiO2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് ഈ മൈക്രോ ബേസ് ആയിട്ടുള്ള മെഷീൻ ഫാബ്രിക്കേഷൻ പ്രോസസ്സുകളിൽ. അതിൽ മേജർ അപ്ലിക്കേഷൻ നമ്മൾ മുകളിലത്തെ ലെയർ ഒക്കെ കൊടുക്കാനായിരിക്കും. ഇത് തെർമൽ ഇൻസുലേഷനുമായിട്ട് ഉപയോഗിക്കാം, ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ഡൈഇലക്ട്രിക് ലെയറായിട്ട് ഉപയോഗിക്കാം. നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യാൻ പല വഴികളുണ്ട്. ഒന്ന് കെമിക്കൽ വേപ്പർ ഡെപ്പോസിഷൻ, പിന്നെ SiO2 നമ്മൾ ഡ്രൈ ഓക്സിജൻ. ഇപ്പോൾ എയർ ഉണ്ടല്ലോ, എയറിൽ ഓക്സിജനിൽ വെച്ച് സ്റ്റീം ഉപയോഗിച്ച് നമ്മൾ SiO2 ഉണ്ടാക്കിയെടുക്കും. ആ സംഭവനോട് പറഞ്ഞ സിലിക്കൺ. ഇപ്പോൾ എയറിൽ നമ്മുടെ അവിടെ ചുറ്റുവട്ടത്ത് തുടങ്ങിയ സിലിക്കൺ ഉണ്ടെന്നിരിക്കുക, ഓക്സൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ SiO2 അങ്ങനെ കിട്ടും, നമുക്ക് സോൾഡ് കിട്ടും. Si+2 വെച്ചിട്ട് വെള്ളം കിട്ടും. അല്ലെങ്കിൽ സ്റ്റീമിൻ്റെ രൂപത്തിലുള്ള വെള്ളത്തിൽ സിലിക്കൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SiO2 പ്ലസ് ഒരു ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. അപ്പോൾ അതിൻ്റെ സംഭവമാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്സിജനും കേരിയ ഗ്യാസ് ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഇവിടെ മറ്റേ സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മുടെ സംഭവം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള സബ്സ്ട്രേറ്റ് അവിടെ നമുക്ക് ഫോം ചെയ്ത് കിട്ടും, അല്ലെങ്കിൽ SiO2 അവിടെ ചെയ്ത് കിട്ടുന്നതാണ് ഓക്സിഡേഷൻ. ഇതൊരു കമ്പൈൻഡ് കണ്ടിന്യൂസ് ഫിസിക്കൽ ഡിഫ്യൂഷൻ കെമിക്കൽ പ്രോസസ്സാണ് തെർമൽ ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ സ്പീഷീസ് ഓക്സിജൻ അല്ലെങ്കിൽ സ്റ്റീമാണ്. ഇതിങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഫോർമേഷൻ ഓക്സൈഡ് ലെയർ ബൈ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ ഓക്സിജൻ അടിയിലേക്ക് വരുമ്പോൾ സിലിക്കൺ സബ്സ്ട്രേറ്റ് കാരണം കെമിക്കൽ റിയാക്ഷൻ കാരണം Si+O2 ചെയ്ത് SiO2 കിട്ടി.
എന്നിട്ട് പിന്നെ ഓക്സിഡേഷൻ സ്റ്റീം അല്ലെങ്കിൽ വേറൊരു ഫോർമേഷൻ ഗ്രോത്ത് ഓഫ് ഓക്സാലൈഡ് വിത്ത് ഡിഫ്യൂഷൻ കെമിക്കൽ റിയാക്ഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഈ സംഭവം വരും. എന്ന് വെച്ചാൽ ഗ്രോയിങ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും സ്റ്റീം വെച്ച് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ബൗണ്ടറി ലെയർ അല്ലെങ്കിൽ മുകളിൽ കൊടുക്കണ മറ്റേ ഫിലിമിൻ്റെ തിക്നെസ് കൂടും. പിന്നെ അടുത്താണ് കെമിക്കൽ വേപ്പർ ഡിപ്പോസിഷൻ. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കുന്നതാണ്. പെട്ടെന്ന് തീർക്കണം നമുക്ക്. അത്ര തന്നെ സെറ്റല്ല അപ്പോൾ.